ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ വാമല വാമല എന്ന പ്രദേശത്തിനെക്കുറിച്ചും അവിടെ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട് അതിനെക്കുറിച്ചും ചെറിയൊരു ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് വാമല. വാമല പല്ലാവൂർ സ്ഥിതി ചെയ്യുന്നത് പല്ലാവൂർ ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായ വ്യൂ പോയിൻറ്റിലും ശാന്തമായ അന്തരീക്ഷമുള്ള പ്രഭാത കാഴ്ചയും വൈകുന്നേര കാഴ്ചകളും വളരെ അത്ഭുതകരമാണ്. പല്ലാവൂർ ഗ്രാമത്തിനടുത്തായി പാലക്കാടിൻ്റെ കരുവോട്ടുകുന്ന് പരിസരത്താണ് വാമല മുരുകൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പച്ചപുതച്ച വയലോലകൾ, അതിനു മുകളിൽ കരിമ്പനക്കൂട്ടങ്ങൾ കാറ്റുകൊണ്ട് താളം പിടിക്കുകയും പഞ്ചാരി മേളത്തിന് പല്ലാവൂരിലെ മേളപ്രമാണികൾ കൊട്ടിക്കയറുന്നത് പോലൊരു താളം ഈ ദേശത്തിൻ്റെ ചിരകളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടും. പാലക്കാടൻ സൗന്ദര്യത്തിൻ്റെ തുറന്നിട്ട ജാലകമാണ് പല്ലാവൂർ. എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതഭാവവും നിറഞ്ഞ ഗ്രാമക്കാഴ്ചകൾ. ആ കാഴ്ചകൾക്കിടയിലൂടെ കരിമ്പനക്കൂട്ടങ്ങളും കടന്ന് വയലോലകളെ മുറിച്ചു മാറ്റി കടന്നു പോകുന്ന ഒരു ഒറ്റവരി പാത. ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ വാമലയുടെ തായ്വരത്തിലെത്താം. ഹൃദയം, കുഞ്ഞിരാമായണം, ദീപസ്തംഭം, മഹാശ്ചര്യം തുടങ്ങിയ ജനപ്രിയ സിനിമകളിലെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച വാമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും മുന്നിലെ പാലമരവും ഇതിനോടകം സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ട്രെൻഡ് സെറ്റാണ്. ചാറ്റിൽ മഴ പെയ്യുന്ന പകലിലാണ് നാട്ടിടവഴികളിലൂടെ ഞങ്ങൾ വാമലയുടെ താഴ്വരയിൽ എത്തിയത്. ഒരു ഭാഗത്ത് നിറയെ വയലുകൾ, മറുഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന കരിവീരനെ പോലെ വാമല. താഴെ നിന്ന് നോക്കിയാൽ ക്ഷേത്രം കാണില്ല. താഴ്വരത്ത് റോഡരികിൽ തൊട്ടടുത്ത ഒരു പെട്ടിക്കടയുണ്ട്. മലയുടെ ഏത് ഭാഗത്തും കൂടെയും മുകളിലോട്ട് കയറാമെന്ന് കടക്കാരൻ പറഞ്ഞു തരും. മഴയുള്ളതിനാൽ വഴുക്കലിൻ്റെ പ്രശ്നമുണ്ടാകുമെന്നും ശ്രദ്ധയോടെ നീങ്ങണമെന്ന മുന്നറിയിപ്പും. മഴ പെയ്തതിനാലാകാം മലയുടെ പല ഭാഗത്തു നിന്നും ചെറുചാട്ടങ്ങളായി വെള്ളം താഴേക്ക് കുതിക്കുന്നുമുണ്ട്. പാറയിൽ കുറച്ചു ദൂരം പടികൾ കൊത്തിയുണ്ടാക്കിയിട്ടുമുണ്ട്. മുകളിലോട്ടുള്ള കയറ്റത്തിന് ഇത് സഹായകവുമാകും. കരുവോട്ട് വാമല ബാലദണ്ഡായുധ പാണി ക്ഷേത്രം എന്നതാണ് വാമല ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര്. കരുവോട്ട് വാമല എന്നത് ചുരുങ്ങി വാമല എന്നായതാണ്. റോഡരികിൽ ക്ഷേത്രത്തിലെ ദർശന സമയവും പ്രദർശിപ്പിച്ച ബോർഡും കാണാം. രാവിലെ 5:30 മണി തൊട്ട് 7 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുമാണ് ദർശന സമയം. പതിയെ മുകളിലേക്ക് കയറ്റം തുടങ്ങി. പതിയെ അമ്പലം ദൃശ്യമായി. പൂത്തുനിൽക്കുന്ന പാലമരവും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രവും മുകളിൽ കുട പിടിച്ചതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ആകാശവും. ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയം കവരുന്ന നല്ല ഉഗ്രൻ ഫ്രെയിം. മഞ്ഞയും വെള്ളയും തവിട്ടു നിറഞ്ഞ ക്ഷേത്ര ചുമരുകൾ തമിഴ്നാട് ക്ഷേത്രങ്ങളെ ഓർമ്മിപ്പിക്കും. മല കയറി ആദ്യമെത്തുക പാലമര ചുവട്ടിലാണ്. കുന്നിൻപുറത്ത് ഒറ്റയാന പോലെ ക്ഷേത്രത്തിന് കാവിൽ നിൽക്കുകയാണ് മരം. പാലമരത്തിനടുത്ത് 2 നന്നങ്ങാടികളും കാണാം. ശിലായുഗ കാലഘട്ടത്തിലെ ശവക്കല്ലറുകളായിരുന്നു ഈ നന്നങ്ങാടികൾ. വയസ്സായവരെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ കുന്നിൻ മുകളിലെ നന്നങ്ങാടികൾ കൊണ്ട് കിടത്തുകയായിരുന്നു അത്രേ പതിവെന്ന് പ്രദേശത്തെ ചിലർ പറയുന്നു. പ്രാദേശികമായുള്ള ആ വാദത്തിന് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളൊന്നും ഇല്ലതാനും. വാമലയിൽ 19 നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ ബാലകരൂപത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാർത്തിക തുലാമാസ വാവുത്സവവും തൈപ്പൂയ മഹോത്സവവും എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് വിശ്വാസികളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കൂടുക. ഉത്സവത്തിന് കുന്നുകയറി അമ്പലം വരെ ആനയെത്തും. 250 വർഷം മുമ്പാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത്. മുരുകനൊപ്പം അയ്യപ്പൻ, ഗണപതി, ദേവി, ഇടുമ്പൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. മുരുകൻ്റെ കാവൽക്കാരനായ ഇടുമ്പനെ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾ ഏറ്റവും സുന്ദരമായ അനുഭവമാണ്. താഴ്വരത്തിൽ നിന്ന് മല കയറി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ചെറിയൊരു ട്രെക്കിംഗ് കൂടിയായി മാറും. ഇതൊരു വൈറൽ ലൊക്കേഷനും കൂടിയാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഹനുമാന്റെ കാൽപാദവും വാമലയിൽ ദർശിക്കാം. മൃതസഞ്ജീവനിയുമായുള്ള യാത്ര മധ്യേ ഹനുമാന്റെ പാദം ഈ മലയിൽ പതിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് ചുറ്റും പിങ്ക് നിറത്തിലുള്ള കാശിത്തുമ്പകൾ പരവതാനി പോലെ നിറഞ്ഞിരിക്കുന്നു.
ഓണത്തിൻ്റെ വരവറിയിച്ചുള്ള നിൽപ്പാവാം. ക്ഷേത്രത്തിന് പിറകു ഭാഗത്തേക്ക് നടന്നാൽ അല്പം മാറിയൊരു കുളവും കാണാം. ഈ പാറക്കുളത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വെള്ളവും ഒരു കാലം വരെ എടുത്തിരുന്നത്. എന്നാൽ ജീർണോമുഖമായതിനാൽ ഇപ്പോൾ നിന്നുള്ള വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് എടുക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. വാമലയുടെ വിറക്ക് വശത്തു നിന്നുള്ള താഴ്വര കാഴ്ചകൾ വർണ്ണാതീതമാണ്. അല്പം ദൂരെയായ ആകാശച്ചെരുവിൽ നെല്ലിയാമ്പതി മലനിരകൾ നിരന്ന് കിടന്ന് മേഘങ്ങളെ ചുംബിക്കുന്നുമുണ്ട്. വയലും നെല്ലിയാമ്പതി മലനിരകളും ഗ്രാമീണ കാഴ്ചകളുമെല്ലാം ഇഴചേരുമ്പോൾ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയുടെ ഒരു ഉത്സവം തന്നെ വിടരും. ജീവിതത്തിൻ്റെ അതിവേഗതകളിൽ നിന്ന് ഒളിച്ചോടി സമാധാനത്തോടെ ശാന്തതയോടെ കുറച്ച് നിമിഷങ്ങൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ ചെലവിടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായി വാമല ഇതിനകം പ്രസിദ്ധി നേടിക്കഴിഞ്ഞു. ദീപസ്തംഭവും മഹാശ്വരവും കുഞ്ഞുരാമായണം എന്നീ സിനിമകളിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച വാമല വീണ്ടും പ്രസിദ്ധിയാർജിച്ചത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിൻ്റെ വിജയത്തോടെയാണ്. ചിത്രത്തിൽ പ്രണവ് അവതരിപ്പിക്കുന്ന അരുൺ എന്ന നായക കഥാപാത്രവും ദർശനവും തമ്മിലുള്ള സുപ്രധാന രംഗം ചിത്രീകരിച്ചത് വാമലയുടെ പശ്ചാത്തലത്തിലാണ്. ഹൃദയം വിജയിച്ചതോടെ ഒരുപാട് വ്ളോഗർമാരും സഞ്ചാരികളും ഇവിടെയെത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ വാമല വീണ്ടും വൈറലായി. ഇപ്പോൾ വിവാഹ ഫോട്ടോ, വീഡിയോ ഷൂട്ടുകൾക്കായി ദിവസേന നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഞാനിതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ് ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ബാക്കി അറിയുന്നവർ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് കമൻ്റായിട്ടിടുക. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് ഇറങ്ങി പോരുമ്പോൾ അടുത്ത ഈ വരുന്ന ഓണത്തിന് ഒരു പാട്ട് സീന് ഷൂട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. അത്രയ്ക്കും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഈ വാമല ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നെൽക്കതിര് കൊടുക്കുന്നുണ്ട്. പൂജിച്ച് എന്തായാലും അവിടെ വന്നാൽ നെൽക്കതിര് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നെൽക്കതിര് ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അത് ഓരോരുത്തർക്കൊരു വിശ്വാസമല്ലേ. അപ്പോൾ അത് വാങ്ങി പോകുന്നവരെ പൂജിച്ച് വാങ്ങിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട.